ഗൈസ് വെൽക്കം ടു പ്രസന്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കൊരു ബാഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു മാർക്കറ്റ് ഡൗണിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റ് ഡൗൺ ആയി. അത് എങ്ങനെയോ ക്രിപ്റ്റോയും കൂടി ബാധിച്ചിട്ടുണ്ട്. അതായത് AI റിലേറ്റഡ് ഡീപ് സ്റ്റേക്ക് എന്ന് പറയുന്ന AI അമേരിക്കയിൽ ഓപ്പൺ AI ChatGPT-നേക്കാൾ കൂടുതൽ ഡൗൺലോഡ്സ് വരികയും കൂടുതൽ അപ്ഡേറ്റ്സ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് പോകുമെന്നുള്ളൊരു പേടി ജനിക്കുകയും അത് എൻ്റെയർ ആയിട്ടുള്ള അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പവർ കുറക്കുമെന്ന് അല്ലെങ്കിൽ കുറേയും കൂടി ചൈന ഓറിയൻറ്റഡ് ആയിട്ട് മാറുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവുകയും ഓൾറെഡി ട്രംപ് വന്നുകൊണ്ടുള്ള ആ ഒരു US സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഹൈക്ക് ഉണ്ട്. ആ ഹൈക്കിൻ്റെ സമയത്ത് കുറേ ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ച് എന്തായാലും ഒരു കാര്യം ചെയ്യുക, ഈ സമയത്ത് ബുക്ക് ചെയ്യുന്നതാണ് ബുദ്ധി. കാരണം ഇങ്ങനെ ഒരു ടേൺ ഓവർ കാണുന്നുണ്ടല്ലോ. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരുപാട് എന്തുണ്ടായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു കറക്ഷൻസ് മാർക്കറ്റിൽ വരികയും അത് നമ്മുടെ ബിറ്റ് കോയിനിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 104 ഈ വീക്ക്ലി ക്ലോസ് നടത്താൻ പോകുകയായിരുന്നു. ഒരു ബുള്ളിഷ്, എനിക്കൊന്ന് എൻ്റെ ഒരു BTC ചരിത്രത്തിലെ ഏറ്റവും ബുള്ളിഷ് വീക്ക്ലി ക്ലോസ് അല്ലെങ്കിൽ ഒരു മന്ത്ലി ക്ലോസിനോടനുബന്ധിച്ച് ഇങ്ങനെ നടക്കാൻ പോകുന്ന സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു ന്യൂസ് വരികയും BTC വീണ്ടും 100Kൻ്റെ അടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വീക്ക്ലി ക്ലോസ് 5:30 നടക്കേണ്ട സിറ്റുവേഷൻ നോക്കുമ്പോൾ എൻ്റെ ഓക്കെയാണ്, മാർക്കറ്റൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. 104 എബോവ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് അടുത്ത എയിം എന്ന് പറയുന്നത് 110, പിന്നെ അങ്ങനെ പോകേണ്ടടുത്താണ്. ഇന്ന് 102 കാരണം കുറച്ച് ദിവസം മുമ്പ് വരെ 101 ആയിരുന്നു റെസിസ്റ്റൻസ്. അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. എങ്കിൽ പോലും ഈ ഒരു കറക്ഷൻസ് നമുക്ക് നൽകുന്ന പാഠം പറയുന്നത് പല ന്യൂസുകളും എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഗ്രോത്തിന് മുമ്പ് മാക്സിമം ലിക്വിഡേറ്റ് ആക്കാന്നുള്ള ശ്രമത്തിലാണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എല്ലാവരും അറിയാം, ഈ പറയുന്ന ഏത് സിറ്റുവേഷൻ കിട്ടിയാലും മാർക്കറ്റിന് എങ്ങനെയെങ്കിലും ഒന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് 89 കണ്ടിട്ട് നമ്മൾ 109 BTC $20,000 കയറിയ കണ്ടിട്ടുണ്ട്. അതേ സിറ്റുവേഷൻ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ AI ആപ്പ് എന്ന് പറയുന്നത് ബിറ്റ് കോയിന് ശരിക്കും പറഞ്ഞാൽ ബാധിക്കേണ്ട ആവശ്യമില്ല. ബിറ്റ് കോയിൻ ക്രിപ്റ്റോ മാർക്കറ്റിനെ അത് ബാധിക്കേണ്ട, വലിയ തോതിൽ ബാധിക്കേണ്ട ന്യൂസേ അല്ല. എൻ്റെ US മാർക്കറ്റ് ഡൗൺ ആയി എന്നൊരു റീസൺ കൊണ്ട് പെട്ടെന്ന് തന്നെ മണി ഷിഫ്റ്റ് അവിടെ നിന്നും വന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ കറക്ഷൻ പീരീഡും നമുക്ക് നൽകുന്ന സൂചനകളെന്ന് പറഞ്ഞാൽ ഒരു ആൾട്ട് റാലിക്ക് കൂടുതൽ സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ജാനുവരി ഫെബ്രുവരി ഒക്കെ വലിയ രീതിയിൽ ആൾട്ടിന് ഗ്രോത്ത് ഉണ്ടാവേണ്ട ഒരു സമയമായിരുന്നു. കഴിഞ്ഞ ഹിസ്റ്ററി പ്രകാരം ഈ ജാനുവരിയിലും ഫെബ്രുവരിയിലും നല്ല ഗ്രോത്ത് ഉണ്ടാവേണ്ടതാണ്. അതിനോടനുബന്ധിച്ചുള്ള ഫൈനൽ റീട്രേസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്, ഈ ബുൾ മാർക്കറ്റിൽ ലിവറേജ് 3x മുകളിൽ എടുക്കുന്നത് വിഡിത്താണെന്ന് വീണ്ടും ഈവൻ 3x തന്നെ നമുക്ക് പണി തരുന്നുണ്ട്. അപ്പോൾ 3x മുകളിൽ 2-3 മൾട്ടിപ്പിൾ എൻട്രി വെച്ചിട്ട് മാത്രമേ ഫ്യൂച്ചർ ട്രേഡ് എടുക്കാവൂ എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അൾട്ടിമേറ്റ് ഫണ്ടമെൻ്റൽ കോയിൻസേ വിജയിക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ പൊട്ടൻഷ്യൽ ഉള്ളൂ എന്നുള്ളതിൻ്റെ സൂചനയും കൂടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ട്രംപ്, മെലാനിയ കോയിൻസൊക്കെ സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇനി ഒരുപാട് മീം കോയിനുകൾ മാർക്കറ്റിലേക്ക് വരും. അത് 100% ഇനിയും ഒരുപാട് മാർക്കറ്റിലേക്ക് മീം കോയിൻസ് വരും. അതുകൊണ്ട് നമ്മൾ ഇന്നലെ CZ ഫിനാൻസിൻ്റെ CEO പറഞ്ഞ ഒരു വിഷയമുണ്ട്. അതായത് അൾട്ടിമേറ്റ് നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഫണ്ടമെൻ്റലാണ്. നമ്മൾ ഈ ബുൾ മാർക്കറ്റിൽ പല മീം കോയിൻസും സിസ്റ്റമാറ്റിക്കായ മീം കോയിൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ NPC കുറിച്ചൊക്കെ പബ്ലിക് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. 1-2 മീം കോയിൻസ് വേണമെങ്കിൽ നമുക്കൊരു റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് നോക്കാം. അല്ലാണ്ട് എല്ലാം മീം കോയിൻസിൽ വേക്കിൽ പുതിയ പലരും ട്രംപിനെ പോലത്തെ കോയിൻസുകൾ വരും. പല ഹൈക്കുകളും ഉണ്ടാവും. അൾട്ടിമേറ്റ് നമ്മളെപ്പോലുള്ളവരിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ലോസിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കണം. അൾട്ടിമേറ്റ് വിജയിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഫണ്ടമെൻ്റലേ ജയിക്കുന്നുണ്ട്. രണ്ടാമത്, ഈ ഇന്നത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോസുകൾ ഉണ്ടായിട്ടുണ്ടാവും. അൾട്ടിമേറ്റ് മാർക്കറ്റിൽ എത്രയോ ബില്യൺ ലിക്വിഡേറ്റ് ആയ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മളെ പല ട്രേഡും ലോസിലായിരിക്കും എന്ന് കരുതി നമ്മൾ പിൻവാങ്ങേണ്ട സമയമല്ല ഇത്. നമുക്ക് ഇനിയും ഒരു 6 മാസം, ഞാൻ പറഞ്ഞ പോലെ ബുൾ മാർക്കറ്റിൻ്റെ ഒരു ഫസ്റ്റ് റീട്രേസിന് ശേഷമുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ നോക്കണ്ട. ഇനി ഒരു ഗ്രോത്ത്, അതായത് നമുക്കൊരു ഫസ്റ്റത്തെ 69-ന്ന് 99-ലേക്ക് കയറി പിന്നെ ഒരു റീട്രേസ് വന്ന് ഇനി ഒരു അടുത്ത ലെഗപ്പ് ഉണ്ടാവുന്നത്രേ. അത് ഒരു എല്ലാ ബുൾ മാർക്കറ്റ് ഫേസിലും അങ്ങനെ ലെഗപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ, ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒറ്റ കയറ്റല്ല, ഇങ്ങനെ അൾട്ടിമേറ്റ് ഒരു ലോങ് വേർഷൻ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ആവുന്ന, എല്ലാ ആൾട്ടും പ്രോഫിറ്റബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ള ചെറിയ കറക്ഷൻസ് നമ്മളെ ബാധിക്കരുത്. അൾട്ടിമേറ്റ് നമുക്കൊരു പ്രോഫിറ്റബിൾ റേഷ്യോയിലേക്ക് എത്തും. അത് ഒരിക്കലും സംഭവിക്കുക ചെയ്യും. അതുകൊണ്ട് അതിലൊരു ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, ബൈ.